സംവിധായകൻ രഞ്ജിത്തിൽ നിന്ന് തുടങ്ങി സിദ്ദിഖ്, ജയസൂര്യ, ഇടവേള ബാബു, ബാബുരാജ്, മണിയമ്പിള്ള തുടങ്ങി അതുപോലെ സംവിധായകരായിട്ടുള്ള ശ്രീകുമാരൻ മേനോൻ, VK പ്രകാശ്, തുളസിദാസ് തുടങ്ങി ആ ലിസ്റ്റ് അങ്ങോട്ട് നീളുകയാണ്. തുറന്നു പറച്ചിലുകൾക്ക് പിന്നാലെ പ്രത്യേകം അന്വേഷണ സംഘത്തെയും നിശ്ചയിച്ചിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ. ഇനി അതിൽ ആരൊക്കെയാണ് കൂടുതലായിട്ട് പെടാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് നടൻ സുരാജ് വെഞ്ഞാറമൂടിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. അതും സിനിമാ മേഖലയിലും സോഷ്യൽ മീഡിയയിലും എല്ലാം രംഗത്തുള്ള താരത്തിന്റെ ഭാഗത്തു നിന്ന്. നടി അഞ്ജലി അമീറാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഇന്ത്യൻ ട്രാൻസ്ജെൻഡർ വനിതയായ അഭിനേത്രിയും മോഡലുമാണ് അഞ്ജലി അമീർ. നിരവധി പേരാണ് അഞ്ജലി അമീറിനെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഫോളോ ചെയ്യുന്നത്. ആൺകുട്ടിയായി ജനിച്ച അഞ്ജലി പിന്നീട് 20-ാം വയസ്സിലാണ് തന്റെ സെക്ഷൽ റീ അസസ്മെന്റ് സർജറി ചെയ്ത് പൂർണ്ണമായും സ്ത്രീയായി മാറിയിരിക്കുന്നത്. മമ്മൂട്ടി നായകനായി എത്തിയ പേരൻപു എന്ന ദ്വിഭാഷാ ചിത്രത്തിലൂടെയാണ് നായികയായി ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. ആ ചിത്രത്തിലൂടെയാണ് അഞ്ജലി അമീർ ഏറെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രവും അതുപോലെ തന്നെ നടിയായിട്ട് മാറുന്നത്. നിരവധി ആളുകളാണ് അഞ്ജലിയുടെ ആ കഥാപാത്രത്തെ പ്രശംസിച്ചുകൊണ്ടും അഭിനയ മികവിനെ പുകഴ്ത്തിക്കൊണ്ടും രംഗത്ത് വന്നത്. നായികയായി അഭിനയിച്ച ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ വനിത കൂടിയാണ് അഞ്ജലി അമീർ. പിന്നീട് 2018 പ്രദർശനത്തിനെത്തിയ സുവർണ പുരുഷൻ എന്ന ചിത്രത്തിലും സൂചിയും നൂലും എന്ന തെലുങ്കു ചിത്രത്തിലും അഭിനയിച്ച് ഈ മേഖലകളിൽ തിളങ്ങി നിൽക്കുകയാണ് അഞ്ജലി. ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് അഞ്ജലിയും തനിക്കുണ്ടായ മോശമായ അനുഭവം എന്താണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. മലയാള ചലച്ചിത്ര മേഖലയിലെ വ്യാപകമായ ലൈംഗിക അതിക്രമങ്ങൾ, കാസ്റ്റിംഗ് കൗച്ച്, ശമ്പള വ്യത്യാസങ്ങൾ, ലോബിയിങ് എന്നിവയെ തുറന്നു കാട്ടിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് സുരാജ് വെഞ്ഞാറമൂടിനെതിരെയുള്ള ആരോപണം അഞ്ജലി അമീർ മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഒരു ട്രാൻസ് പേഴ്സണെ എങ്ങനെയാണ് ലൈംഗിക സംതൃപ്തി അനുഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് സുരാജ് തന്നോട് ചോദിച്ചതായി അഞ്ജലി പറയുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിന് സ്ത്രീകളെ പോലെയാണോ ഈ ഒരു സുഖം അനുഭവപ്പെടുക? ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സ്ത്രീകളെ പോലെ രതിസുഖം അറിയാൻ സാധിക്കുമോ എന്നൊക്കെയാണ് സുരാജ് വെഞ്ഞാറമൂട് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു ട്രോമാറ്റിക് അനുഭവം എനിക്കുണ്ടായിട്ടില്ല. സുരാജ് വെഞ്ഞാറമൂടിന്റെ ചോദ്യം തനിക്കേറെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇതിനു മുൻപ് ഇത്തരം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചോദ്യത്തിന് പിന്നാലെ ഞാൻ അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയും മമ്മൂട്ടിയെയും സംവിധായകനെയും അറിയിക്കുകയും ചെയ്തതായിട്ടും അഞ്ജലി അമീർ പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് സുരാജ് ക്ഷമാപണം നടത്തുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നും അഞ്ജലി പറയുന്നു. ഇൻഡസ്ട്രിയിലെ പലരും മറ്റുള്ളവരോട് ബഹുമാനമുള്ളവരാണെന്നും അഞ്ജലി പറഞ്ഞു. അസ്വീകാര്യമായ പെരുമാറ്റം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടെന്നും അവർ സൂചിപ്പിച്ചു. ഇൻഡസ്ട്രിയിൽ നല്ല ആളുകളുണ്ട്, എന്നാൽ അതിനർത്ഥം വിട്ടുവീഴ്ചകളോ ആനുകൂല്യങ്ങളോ ചോദിക്കുന്നവരില്ല എന്നല്ല, അത്തരത്തിലുള്ള ആളുകളും ഉണ്ടെന്നാണ് അവർ വിശദീകരിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഒരു വ്യക്തി അത് ആണോ പെണ്ണോ അതോ മറ്റു വിഭാഗത്തിൽ പെട്ടിട്ടുള്ളവരോ ആകട്ടെ, അവരുടെ സെക്ഷൽ ഫീലിംഗ്സ് എന്ന് പറയുന്നത് അത് അവരുടെ സ്വകാര്യത മാത്രമാണ്. അതിനെ ചോദ്യം ചെയ്യാനോ അതിനെക്കുറിച്ച് അറിയാനോ അവരോട് അതിനെക്കുറിച്ച് മോശമായി ചോദ്യം ചെയ്യാനോ ചോദിക്കാനോ ഒരാൾക്കും അധികാരമില്ല. അതിപ്പോൾ ആരാണെങ്കിലും. ഇന്ന് ഈ ഒരു LGBTQ വിഭാഗത്തെ സമൂഹം അംഗീകരിച്ചിട്ടുള്ളതാണ്. നല്ല തൊഴിലുകൾ എടുത്ത് നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് ഈ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അപ്പോൾ അവർക്കെതിരെയുള്ള അതിക്രമങ്ങളൊക്കെ നടന്നാൽ ഇന്ന് അത് ഗുരുതരമായിട്ടുള്ള ശിക്ഷയാകും ലഭിക്കാൻ പോകുന്നത്. ഏതായാലും ഇപ്പോൾ അഞ്ജലി അമീർ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സുരാജ് വെഞ്ഞാറമൂട് ഒരവസരത്തിൽ സെറ്റിൽ വെച്ച് തന്നോട് ചോദിച്ചിട്ടുള്ള ഈ ഒരു ചോദ്യത്തെ കുറിച്ചിട്ടാണ് അഞ്ജലി അമീർ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്ന തുറന്നു പറച്ചിലുകളാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും കടന്നു വരുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ.